അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആദ്യ സംവാദത്തിൽ ബൈഡനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ബൈഡനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായി. ട്രംപിന്റെ മൂർച്ചയേറിയ ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാനാകാതെ പതറുകയായിരുന്നു ബൈഡൻ. 81 വയസ്സുള്ള ബൈഡന് പ്രായം വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് പാർട്ടിക്കുള്ളിലെ സംസാരം. ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റും മുൻ പ്രസിഡന്റും തമ്മിലുള്ള സംവാദം കൂടിയായിരുന്നു ഇത്. I really don't know what he said at the end of that sentence. The economy and the history of our country. I didn't have sex with a porn star. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രചാരണങ്ങളിൽ ഒഴിവാക്കാനാകാത്തതാണ് സംവാദങ്ങൾ. അമേരിക്കയിലെ 2 പാർട്ടികളായ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പോലും പാർട്ടിക്കുള്ളിൽ സംവാദങ്ങളും തെരഞ്ഞെടുപ്പും നടത്തിയതിനു ശേഷമാണ്. ആഭ്യന്തരം, വിദേശകാര്യം, സാമ്പത്തികം തുടങ്ങി നിരവധി വിഷയങ്ങൾ സംവാദങ്ങളിൽ ഇടം പിടിക്കും. ജോ ബൈഡനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഡൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി. അറ്റ്ലാന്റയിലുള്ള CNN ചാനൽ സ്റ്റുഡിയോയാണ് ഇരുവരും തമ്മിലുള്ള ആദ്യത്തെ സംവാദത്തിന് വേദിയായത്. ജേക്ക് ടാപ്പറായിരുന്നു മോഡറേറ്റർ. പണപ്പെരുപ്പത്തെക്കുറിച്ചായിരുന്നു ജേക്ക് ടാപ്പറുടെ ആദ്യത്തെ ചോദ്യം. തന്റെ മുൻഗാമിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ് പണപ്പെരുപ്പത്തിന് കാരണമെന്നായിരുന്നു ബൈഡന്റെ മറുപടി. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്റെ സർക്കാർ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. There was no inflation when I became president. You know why? The economy was flat on its back. 15% unemployment. He decimated the economy. Absolutely decimated the economy. That's why there was no inflation. നികുതി നിരക്ക് കുറച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടിയത് ട്രംപ് ചൂണ്ടിക്കാട്ടി. 2022 അമേരിക്കയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഗർഭചിത്ര നിരോധന നിയമവും ചർച്ചയിൽ ഇടം പിടിച്ചു. അമ്മയുടെ ജീവന് ഭീഷണിയാകുന്നതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഗർഭചിത്രം അനുവദിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഗർഭചിത്ര നിരോധന നിയമത്തെ അനുകൂലിക്കില്ല എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തടസ്സം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകളാണെന്ന കാര്യത്തിൽ ഇരുവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. താനായിരുന്നു പ്രസിഡന്റെങ്കിൽ യുദ്ധം ഉണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചുമതലയേൽക്കും മുമ്പേ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. യുക്രൈന് അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സഹായത്തെയും വിമർശിക്കാൻ ട്രംപ് മറന്നില്ല. Zelensky comes to this country. He walks away with $60 billion. He's the greatest salesman ever. And I'm not knocking him. I'm not knocking anything. I'm only saying the money that we're spending on this war, and we shouldn't be spending, it should have never happened. I will have that war settled between Putin and Zelensky as president-elect before I take office on January 20th. I'll have that war settled. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ബൈഡന്റെ നിലപാടുകളെ ട്രംപ് വിമർശിച്ചു. ഇസ്രായേലിന് ബൈഡൻ ഭരണകൂടം ആവശ്യത്തിന് ആയുധങ്ങൾ നൽകുന്നില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ബൈഡൻ വിശദീകരിച്ചു. നിങ്ങൾ ഇസ്രായേലിനെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. താൻ പ്രസിഡന്റായാൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൈഡൻ ക്രിമിനലാണെന്ന് ട്രംപും ട്രംപ് ക്രിമിനലാണെന്ന് ബൈഡനും പരസ്പരം ആരോപിച്ചു. ട്രംപിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നിരത്തി അദ്ദേഹത്തെ ജനാധിപത്യത്തിന് ഭീഷണിയായി ഉയർത്തിക്കാട്ടാനായിരുന്നു ബൈഡന്റെ ശ്രമം. പക്ഷേ ബൈഡന്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ച് ശക്തമായ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു ട്രംപ്. ബൈഡന്റെ അടഞ്ഞ ശബ്ദവും വാക്കുകൾക്കായുള്ള തപ്പിത്തടയിലും ബൈഡനെ പിന്നിലാക്കിയതോടെയാണ് പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദം ഉയർന്നത്. Making sure that we're able to make every single solitary person eligible for what I've been able to do with the COVID. With dealing with everything we had to do with. Look, if we finally beat Medicare. ട്രംപിനേക്കാൾ 3 വയസ്സ് മാത്രമാണ് ബൈഡന് കൂടുതൽ. പക്ഷേ ബൈഡനെ മറവി ബാധിച്ച വൃദ്ധനായി അവതരിപ്പിക്കുകയാണ് ട്രംപും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും. ബൈഡൻ തന്നെ മത്സരിക്കണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞു. ബൈഡനെ മാറ്റി പകരം ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിലുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ബൈഡൻ സ്വയം തീരുമാനിച്ചാലേ സാധ്യമാകൂ.
അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. ഓഗസ്റ്റ് 19 ഷിക്കാഗോയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ നടക്കും. ഇതിൽ ബൈഡന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന ഒരു സൂചനയും ബൈഡൻ ഇതുവരെ നൽകിയിട്ടില്ല. സെപ്റ്റംബർ 5 ഇരുവരും തമ്മിലുള്ള രണ്ടാമത്തെ സംവാദം. വിമർശനങ്ങൾക്ക് ബൈഡൻ സെപ്റ്റംബറിലെ സംവാദത്തിൽ മറുപടി നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രതീക്ഷ.